ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, മുദ്രപത്രത്തില് എഗ്രിമെന്റ് ഒന്നും എഴുതി ഒപ്പിട്ടിട്ടില്ലെങ്കിലേ എന്നെ പറ്റിക്കാൻ നോക്കിയ ജയൻ ചേട്ടനെ ഞാൻ അഴി എണ്ണിക്കും. അയ്യേ, അതിനുള്ള പിടിപാടൊക്കെ എനിക്കുണ്ടെന്ന് അറിയാലോ. എനിക്കറിയാം രമ്യ. എല്ലാരും കൂടെ ചതിച്ചില്ലേ? ഇല്ല, അയ്യോ ഋതിക മാഡം, ഇത് വീണ്ടും അംബിക മാഡം ആയിരിക്കോ? മോളെ, ഇത് ചെറിയമ്മയാ. ചെറിയമ്മയാ. യമുന മാഡം. രാജു, വാ. രാജു, വേഗം പൊയ്ക്കോ. ആരുടെയും കണ്ണുപെടാതെ ശ്രദ്ധിക്കണേ. ആ, ശരി മാഡം. മോളെ, നീ അകത്ത് കയറിക്കോ. ഞാൻ പഴയ രീതിയിൽ തന്നെ പൂട്ടിയേക്കാം. ശരി ചെറിയമ്മേ. ആ, ശരി. എടീ ദേവിയേ, അപ്പൊ അത് അവൻ തന്നെ ആയിരുന്നു അല്ലേ? യാമിനി ആയിരിക്കും അവനെ തുറന്നു വിട്ടത്. എന്റെ കാട്ടിൽ ബോഡി എടാ, മിണ്ടാതെ കിടക്കടാ. അമ്മ എന്തിനാ ഇവിടെ നടന്ന് ബഹളം വയ്ക്കുന്നത്? എടാ, ഇനി നീ ഇവിടെ കിടന്ന് കൂവിയ നിന്റെ തലയിൽ തണുത്ത വെള്ളം കോരി ഒഴിക്കും. എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ബോഡി ദേവിയെ. പിന്നെ പോകുമ്പോ നിന്റെ കുഞ്ഞിനെ കൂടെ എടുത്തോണ്ട് പോയിക്കണം. യാമിനി, എന്താ ചേച്ചി? ഇതെന്താ ചേച്ചി? ഇതെന്താന്ന് നിനക്കറിയില്ലേ? ഇത് ഋതുമോളുടെ റൂമിന്റെ താക്കോലല്ലേ? അതെ, അവളുടെ മുറിയിൽ കയറിയ ഒരുത്തനെ ഞാൻ അവളുടെ മുറിയിലിട്ട് പൂട്ടിയിരുന്നു. ഋതികയുടെ കൂട്ടുകള്ളി അവനെ തുറന്നു പറഞ്ഞു വിട്ടു. നീ ഈ താക്കോലെ അവളെ ഏൽപ്പിച്ചേക്ക്. അതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പാച്ചോണ്ട് പോടി. എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോടി. ചവിട്ട് ഞാൻ. ഇവനെ ഇന്ന് ഞാൻ ശ്ശടാ, ഇവളിതുവരെ വന്നില്ലേ? വരുമായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കാം. ആ, ജയൻ ചേട്ടാ, രമ്യ ഞാനിപ്പോ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയപ്പോ ഞാൻ വരില്ലാന്ന് വിചാരിച്ചു കാണും ജയൻ ചേട്ടൻ. ഇല്ല, രമ്യ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദാ ജയൻ ചേട്ടൻ ചോദിച്ച ക്യാഷ്. ആ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല രമ്യ. മറക്കരുത്, എപ്പോഴും ഓർമ്മ വേണം. മുൻപ് പലതവണയും എന്നെ പറ്റിച്ചതുപോലെ
ഇത്തവണ എന്നെ പറ്റിച്ച് കൊറേ കാശ് തട്ടാവുന്നേ ജയൻ ചേട്ടൻ വിചാരിക്കണ്ട. ഇല്ല രമ്യ, ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ആപത്തിൽ സഹായിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കലും മറക്കില്ല, കൈവിടുകയില്ല. ആ എങ്കി ജയൻ ചേട്ടന് കൊള്ളാം. അല്ല, മുദ്രപത്രത്തില് എഗ്രിമെന്റ് ഒന്നും എഴുതി ഒപ്പിട്ടിട്ടില്ലെങ്കിലേ എന്നെ പറ്റിക്കാൻ നോക്കിയ ജയൻ ചേട്ടനെ ഞാൻ അഴി എണ്ണിക്കും. അയ്യേ, അതിനുള്ള പിടിപാടൊക്കെ എനിക്കുണ്ടെന്ന് അറിയാലോ. എനിക്കറിയാം രമ്യ, ഈ കാശ് എന്റെ പൊളിഞ്ഞുപോയ ബിസിനസ് വീണ്ടും ഒന്നിനും തുടങ്ങാനുള്ള മൂലധനമാണ്. ഞാനെന്തായാലും നിറകേട് രമ്യയോട് കാണിക്കില്ല, അതുറപ്പാ. പിന്നെ രാജുവിനെ കൊണ്ട് ഞങ്ങളുടെ വിവാഹകാര്യം സമ്മതിപ്പിക്കുമല്ലോ അല്ലേ? അത് ഞാൻ രമ്യക്കുന്ന വാക്കല്ലേ, എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ കാശ് ഞാൻ രമ്യക്ക് തിരിച്ചു തരും. അല്ല, ക്യാഷ് തിരിച്ചു തരാൻ ധൃതി വെക്കൊന്നും വേണ്ട. ഈ സാഹചര്യത്തില് ജയൻ ചേട്ടൻ എന്റെ കൂടെ നിന്ന് തന്നാ മതി. എനിക്ക് അത് മതി. ശരി രമ്യ. ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ലേറ്റായിട്ടല്ലേ രാജു പോയത്? പാവം, എണീറ്റ് കാണൂ. ഒരു മെസ്സേജ് അയച്ചു നോക്കാം. ഹായ് രാജു, ഗുഡ് മോർണിംഗ്. രാജു മെസ്സേജ് കണ്ടില്ലല്ലോ. ഹലോ രാജു സർ, ഇതുവരെ എഴുന്നേറ്റില്ലേ? മോനെ, ഡാ എഴുന്നേക്ക്. സമയം എത്രയെന്നറിയോ? എഴുന്നേക്ക്. അമ്മേ, നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതാ ഉറങ്ങിപ്പോയേ. അല്ല, സമയത്രയമ്മേ? 8 മണി കഴിഞ്ഞടാ. അയ്യോ, ലേറ്റ് ആയല്ലോ. അതൊന്നും സാരമില്ല. നീ ചായ കുടിച്ചേ, ഒന്ന് ഉഷാറാവട്ടെ. ഡാ, നിന്റെ ഫോണിരുന്ന് കുറെ നേരമായിട്ട് മിന്നുന്നുണ്ടായിരുന്നു. ആരാ നോക്ക്. അകലെ